KSRTC ബസ് സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. ബസ്സിൽ പ്രവർത്തകർ പതിച്ച പോസ്റ്റർ വലിച്ചു കീറാൻ പോലീസ് ശ്രമിച്ചു. കോഴിയുടെ ഉടലും ഗണേഷിന്റെ തലയുമുള്ള ചിത്രമാണ് ബസ്സിൽ പതിച്ചത്. തള്ളക്കി വിളിച്ച അവിടത്തെ പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നാണോ നഗരൂര് പ്രവർത്തകന്റെ മർമ്മത്ത് പിടിച്ചടിച്ചു. എന്നാൽ തിരുവനന്തപുരം തമ്പാനൂരിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. KB ഗണേഷ് കുമാറിനെതിരെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലാണ് സംഘർഷം ഉണ്ടായത്. പോലീസുമായി പ്രവർത്തകർ കയ്യാങ്കളിയിലേക്ക് എത്തി. എന്തായാലും ഒരു പ്രവർത്തകന്റെ മുണ്ട് വലിച്ചൂരി, അതോടൊപ്പം പ്രവർത്തകന്റെ പോലീസ് അതിക്രമിച്ചു എന്ന തരത്തിലാണ് ഇവരുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പോലീസിനെതിരെയും പ്രവർത്തകർ ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ പ്രതിഷേധിക്കുന്നു, സംസാരിക്കുന്നത് കാണാം. എന്തായാലും കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയ സാഹചര്യമാണ്. അനുരു അശോകൻ ചേരുകയാണ് അവിടെ നിന്ന്. അനുരു, എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു പോസ്റ്റർ പ്രതിഷേധമായി വന്നതാണ്, പക്ഷെ പിന്നീട് പോലീസുമായി കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം. അതെ, വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് നീങ്ങുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലേക്ക് വന്നത് മന്ത്രി ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള പോസ്റ്റർ പതിപ്പിക്കാനായിരുന്നു. ബസ്സുകളിൽ പോസ്റ്റർ പതിപ്പിക്കാനായിരുന്നു തീരുമാനം. അപ്പോൾ ഈ പ്രതിഷേധത്തിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഹൃദയം തൊട്ട് അങ്ങനെ ഈ സർക്കാരിന്റെ പ്രൊമോഷനായിട്ടുള്ള പോസ്റ്ററുകളിൽ കോൺഗ്രസ് പോസ്റ്റർ പതിക്കാൻ ശ്രമിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മുകളിൽ മറ്റൊരു പോസ്റ്റർ പതിപ്പിക്കുന്നത് തടയാനാണ് ശ്രമിച്ചത്. തുടക്കത്തിൽ ഇതിന്റെ പേരിൽ വലിയൊരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടായി. പാർട്ടി പരിപാടിക്ക് പ്രവർത്തകന്റെ തുണി ഉരിഞ്ഞാണ് വിട്ടിട്ടുള്ള തുണി ഉരിഞ്ഞു. പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തേ മടങ്ങൂ എന്നുള്ള നിലപാടിലാണ് തമ്പാനൂർ പോലീസ്. എന്നാൽ അത് അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പോലീസുകാരനെ മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ വാദം. എന്നാൽ പോലീസ് അതിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ കൊണ്ടുപോയേ കഴിയൂ എന്നുള്ള നിലപാടിലാണ്. എന്നാൽ പ്രവർത്തകരെ ഒരു തരത്തിലും വിട്ടുതരില്ല എന്നുള്ള നിലയിലാണ് യൂത്ത് കോൺഗ്രസ്. അതാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് വഴിമാറിയത്.